എൻ്റെ കൈകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാലറിയാം. പാക്കിട്ട കൈ വന്നിട്ട് നല്ല ഗ്ലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറാക്കാനായി വേണ്ടത് 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് 1/2 ഗ്ലാസ് തിളപ്പിക്കാത്ത പാലാണ്. ഇത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ട ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണം. ഒട്ടും തന്നെ കട്ടില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറുക്കിയെടുക്കാനാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റിനകത്തേക്ക് നമ്മുടെ കുറുക്ക് രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയാലും ചൂട് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ചൂട് മാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. വേറെ ഒന്നല്ല, നമ്മുടെ ചെറുനാരങ്ങ കേട്ടോ. ചെറുനാരങ്ങ ഫുൾ ഒഴിക്കേണ്ട, ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറായി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വലത് കൈമിലാണ് അപ്ലൈ ചെയ്യുന്നത്. വലത് കൈമ എപ്പോഴും കരിവാളിച്ചിരിക്കും. നമ്മൾ അടുക്കള പണികളൊക്കെ ചെയ്യണ കാരണം എപ്പോഴും ഈ കൈയായിരിക്കും മറ്റേ കൈനെ അപേക്ഷിച്ചിട്ട് കരിവാളിപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ വലത് കൈമ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എന്താ, ഫേസിലാണ് അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ എൻ്റെ ഫേസ് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ കയ്യിൽ കാണിച്ചു തരുന്നത്. പിന്നെ 2 കൈകൾ തമ്മിലുള്ള ഡിഫറൻസ് കൈകൾ അപ്ലൈ ചെയ്താലല്ല മനസ്സിലാവുള്ളൂ. അത് കാരണം കൂടിയാണ് കേട്ടോ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല, വലത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വല്ലാണ്ട് ഡ്രൈ ആവാൻ നിൽക്കേണ്ട. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കണം. അതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടത്. ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ 2 വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ചെറുനാരങ്ങ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗോതമ്പ് പൊടിയും പാലും ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു ഗ്ലോയും കിട്ടും. ചെറുനാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്യുന്ന കാരണം ആഴ്ചയിൽ 2 വട്ടം അപ്ലൈ ചെയ്താൽ മതി. നല്ലൊരു മസാജ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുട്ടി കുട്ടി ഹെയർസൊക്കെ പോക്കോളും കേട്ടോ. നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം കൈ കഴുകുവാന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാക്കിട്ട കൈ വന്നിട്ട് നല്ലൊരു ഗ്ലോയും വന്നിട്ടുണ്ട്. പക്ഷേ വലത് കൈക്കാണ് കരിവാളിപ്പ് ഉണ്ടായത്. ഇപ്പോൾ ഇടത് കൈക്കാളും നിറം വലത് കൈനെ വന്നിട്ടുണ്ട്. മനസ്സിലായുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് യൂസിൽ തന്നെയാണ് ഇത്രത്തോളം റിസൾട്ട് കിട്ടിയത്. കണ്ടോ, വലത് കൈയിൻ്റെ കളർ നല്ലൊരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇടത് കൈയിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ 2 വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് കിട്ടും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റും കൂടി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഫേസിൽ ഇത് ആഴ്ചയിൽ 2 വട്ടം അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഞാനപ്പോൾ ഈ പാക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കേട്ടോ എൻ്റെ ഫേസിനെ കിട്ടിയത്. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലത്തെ ബ്ലാക്ക് ഹെയർസൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടി കുട്ടി ഹെയർസൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലൊരു കളർ തന്നെയാണ് നമ്മുടെ വലത് കൈക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഫിൽറ്ററും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഫിൽറ്റർ യൂസ് ചെയ്ത 2 കൈ ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു കൈക്ക് കണ്ടോ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാക്ക് ഇട്ട കൈക്ക് ഒരു ഫിൽറ്ററും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് കാറ്റുകാലാണ്. അപ്പോൾ നമുക്ക് മൊരിച്ചലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വാസലിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം പാക്ക് ഇട്ട കൈമ. അപ്പോൾ നിങ്ങൾ ഫേസിൽ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മൊരിച്ചലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും പോകണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.